ഹലോ, ഇന്നൊരു ചില്ലി പനീർ ഉണ്ടാക്കിയാലോ? അതിനാവശ്യമായിട്ടുള്ള കുറച്ച് പനീറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഹോം മെയ്ഡായിട്ട് തയ്യാറാക്കിയ പനീറാണ്. അതിലേക്ക് കുറച്ച് കോൺഫ്ലവറും മുളക് പൊടിയും ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതാണ്. അതൊന്ന് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അതൊന്ന് പൊരിച്ചെടുക്കാവുന്നതാണ്. മൊരിച്ചെടുത്തതിന് ശേഷം മൊരിച്ച് വെച്ചതെല്ലാം ഒന്ന് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാവുന്നതാണ് കേട്ടോ. ഇതുപോലെ പലതവണയായിട്ട് ഞാൻ ഇതുപോലെ മൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതെല്ലാം കൂടെ എടുത്ത് അതുപോലെ തന്നെയാണ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. അത് നന്നായിട്ട് മൊരിഞ്ഞ് വന്നതിന് ശേഷം മാത്രമേ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കാവുന്നത്. കാരണം വേറൊന്നുമല്ല, അത് നല്ല സോഫ്റ്റായിട്ടുള്ള പനീർ ആയതുകൊണ്ടാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് അതിനാവശ്യമായിട്ടുള്ള ക്യാപ്സിക്കം, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, അല്ലെങ്കിൽ വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് കുനുകുനെ അരിഞ്ഞത്, പിന്നെ ഇതുപോലെ ക്യൂബായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കുറച്ച് മുമ്പേ മൊരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ആ പനീർ വറുത്തില്ലായിരുന്നോ, ആ എണ്ണയിലേക്ക് തന്നെയാണ് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ആ കുനുകുന അരിഞ്ഞതും ആ ക്യൂബ് കഷ്ണങ്ങളായിട്ടുള്ള സവാളയും ക്യാപ്സിക്കവും ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ഗോൾഡൻ കളർ ആവേണ്ട, ഒന്ന് മൂത്ത് വരുന്ന ആ ഒരു പരുവമില്ലേ, ആ പരുവാകുമ്പോൾ തന്നെ അടുത്ത പ്രൊസീജിയറിലേക്ക് കടക്കാവുന്നതാണ്. ഒരു ബൗളെടുത്ത് അതിലേക്ക് സോയ സോസും ടൊമാറ്റോ സോസും എടുത്ത് മിക്സ് ചെയ്ത് ഈ വെളുത്തുള്ളിയും ക്യാപ്സിക്കവും ഈ സവാളയും ഇട്ട് ആ ഒരു വഴറ്റി വെച്ചിരിക്കുന്നില്ലേ, അതിലേക്ക് ഈ സോസ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതിലേക്ക് അതിനുശേഷം ഒഴിച്ചു കൊടുക്കേണ്ടതാണ് കേട്ടോ ഈ തയ്യാറാക്കുന്നത്. കുറച്ച് കോൺഫ്ലവർ ഒരു ബൗളിൽ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ലൂസാക്കി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഇരിക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പനീറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാടിട്ട് ഇളക്കി മറിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഒന്ന് തിളച്ചാൽ മാത്രം മതി. അതിലേക്ക് മല്ലിയിലയും കൂടെ ഇട്ട് സെർവ് ചെയ്യട്ടെ.